ഏട്ടതേ, ദേ ആ കനകയുടെ കയ്യിലിരിക്കുന്നതുണ്ടല്ലോ, ഒന്നോ രണ്ടോ അല്ല 3 സാരിയാണ്. ഈ 3 സാരി ആരാ വാങ്ങിച്ചു കൊടുത്തത്? ആദർശ്. എന്നിട്ട് ഏട്ടത്തിക്ക് ഒരു സാരി വാങ്ങിച്ചു തരാൻ അവന് തോന്നിയോ? ദേ ഇപ്പോൾ നയന ഇവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അവളുടെ കയ്യിലിരുന്ന മുഴുവൻ സാരി നയനയ്ക്ക് വാങ്ങിച്ചു കൊടുത്തേനെ. ദേ നവ്യയും എടുത്ത് കുറേ സാരി. ഏട്ടത്തി, ഇവിടെ ഇപ്പോൾ നയനയും അതുപോലെ നവ്യയും അവളുടെ അമ്മയും ഇവരെല്ലാവരും കൂടി അനന്തപുരി കൈക്കലാക്കുന്ന സകല ലക്ഷണമുണ്ട്. അവർ നമ്മുടെ വീട്ടിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഇനി ഏട്ടത്തിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല, ഒരു നിലയില്ല, വിലയില്ല, ഒന്നുമില്ല. ഇതൊക്കെ പറയുന്നത് ആരാണ്? ആരായിരിക്കും? മറ്റാരാ? നമ്മുടെ ജലജ തന്നെയാണ്. നമ്മുടെ ദേവയാനിക്കിട്ട് പാര വെച്ച് കൊടുക്കുകയാണ്. അത് ദേവയാനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. എന്തിനായിരിക്കും ഈ ഒരു പാര വെച്ചത്? ഈ സാരി കേസ് എന്താണ്? ആദർശ് എവിടെ പോയി ആ സാരി വാങ്ങിച്ചത്? ആരാ സാരി കൊണ്ട് വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആകാംക്ഷയിലിരിക്കുകയായിരിക്കും. അതെനിക്ക് പറഞ്ഞോളാൻ വയ്യാഞ്ഞ് ഞാനും ഇരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. പ്രത്യേകിച്ചൊരു കാര്യം, ലൈക്ക് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കല്യാണം വിളിക്കാനായിട്ട് നമ്മുടെ നന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ നയനയും ജാനകിയും അനിയും. അനി അവിടെ ചെന്നിട്ട് അനി ആകെ ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോവിന്ദന് സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അനി ഇരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, അല്ല നമ്മൾ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നമ്മുടെ നന്ദുമോളെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, ഞാൻ പോയിട്ടേ ചെറിയമ്മേ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നയന അകത്തേക്ക് ചെല്ലുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ ഡള്ളായിട്ട് ഇങ്ങനെ സ്വയം മതി മറന്ന് ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന അടുത്ത് ചെന്നത് പോലും നമ്മുടെ നന്ദു അറിയുന്നില്ല. അപ്പോൾ നയന ചെന്നിട്ട് ചോദിക്കുകയാണ്, എടി നന്ദു മോളെന്താ ഇങ്ങനെ, ഞാൻ വന്നിട്ട് കണ്ടില്ലേ നീ എന്താ ഇത് ഈ ലോകത്തൊന്നും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചേച്ചി എപ്പോൾ എത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ നല്ല ആളി തന്നെ, അമ്മ പറഞ്ഞത് കള്ളൊന്നുമല്ല. ഇപ്പം പണ്ടത്തെ കണക്കുള്ള നിൻ്റെ ചുറുചുറുപ്പൊന്നും ഇല്ല. പണ്ട് നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. എന്താ പറ്റിയത് നന്ദു നിനക്ക് എന്നിങ്ങനെ ചോദിക്കുന്നത്. എനിക്കൊന്നുമില്ല ചേച്ചി. എന്നാലേ ദേ ചെറിയമ്മ അനിയും ഇവിടെ വന്നിട്ടുണ്ട് കല്യാണം വിളിക്കാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദു ഒന്ന് ഞെട്ടിപ്പോവാണ്. അതിനുശേഷം നന്ദു പറയാണ്, സാരമില്ല ചേച്ചി. സാരമില്ലെന്നോ, നീ അങ്ങോട്ട് ഇറങ്ങി വാ. അവർ നമ്മുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വരുമ്പോൾ നീ ഇവിടെ കയറി മൂലയിൽ ഇരിക്കുന്നത് ശരിയാണോ? ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് നയനെ വിളിക്കുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, ഇല്ല ചേച്ചി, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അതെന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെന്ത് വിചാരിക്കുന്നതിനെ പറ്റിയിട്ട്? എനിക്കിപ്പോൾ അങ്ങനെ ആരെയും ഫേസ് ചെയ്യുന്നതൊന്നും താല്പര്യമില്ല. അതെന്താന്ന്? അനിയാണെങ്കിൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം വിളിക്കാനായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന നമ്മുടെ നന്ദുവിനെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജാനകിയുണ്ട്, നമ്മുടെ അനിയുണ്ട്, ഗോവിന്ദനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാനകി ചോദിക്കുകയാണ്, ശരിയാണല്ലോ, നയന മോള് പറഞ്ഞത് ശരിയാണല്ലോ. നന്ദുമോക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. മോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് ജാനകി. അപ്പോൾ നമ്മുടെ നന്ദു പറയണേ, ഒന്നുമില്ല ആൻറ്റി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ നയന പറയണ, അമ്മേ ചെറിയമ്മേ ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. അപ്പോൾ ജാനകി പറഞ്ഞു, വേണ്ട മോളെ, ചായയൊന്നും വേണ്ട, അത് പറ്റില്ല, നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ എപ്പോഴൊന്നും വരുന്നതല്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ഒരു ചായ കുടിപ്പിച്ചിട്ട് ഞാൻ വിടൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദു അങ്ങനെ നിൽക്കുകയാണ്. നന്ദു ശരിക്കും ആർക്കും മുഖം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജാനകി ചോദിക്കുകയാണ്, നന്ദു മോളിപ്പോൾ പഠിക്കാനൊന്നും പോകുന്നില്ലേ? എക്സാമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന ആൻറ്റി എന്നിങ്ങനെ നന്ദു മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ പറയാണ്, മോളെ ഇന്നത്തെ കുട്ടികൾക്ക് വിവാഹത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അവർക്ക് അടിച്ച് പൊളിച്ച് നടക്കാനാണ് ഇഷ്ടം. എന്തായാലും മോള് സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അതിനുശേഷമേ വിവാഹം കഴിക്കാവൂ എന്നിങ്ങനെ നമ്മുടെ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ജാനകി പറയണേ, ദേ ഒരുത്തൻ നിൽക്കുന്ന കണ്ടില്ലേ, നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ച് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവനിപ്പോൾ ഉടനെ ഒന്ന് വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അനിയാണെങ്കിൽ ഇങ്ങനെ നന്ദുവിനെ നോക്കുന്നുണ്ട്, നന്ദു ഇങ്ങനെ ഇടയ്ക്കൊക്കെ അനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന ചായ കൊണ്ടുവരികയാണ്. ചായ കൊണ്ടുവന്നിട്ട് ഇതാ ചെറിയമ്മയെന്ന് പറഞ്ഞ് ചായ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജാനകി ചായ വാങ്ങിച്ച് കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം
അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സോറി നമ്മുടെ നന്ദുവിനോട് കല്യാണം പറയാനായിട്ട് അനിയോട് പറയുകയാണ് നമ്മുടെ ജാനകി പറയുകയാണ്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ അവിടെ പെരുമാറുന്നത്, നിങ്ങൾ തമ്മിൽ മിണ്ടുന്ന കൂടി ഇല്ലല്ലോ, എന്താ പറ്റിയത് നിങ്ങൾക്കിടയിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജാനകി. ഏയ് ഒന്നുമില്ലമ്മേ എന്നിങ്ങനെ അനി പറയുകയാണ്. എന്നാൽ നീ നിൻ്റെ ഫ്രണ്ടിനെ കല്യാണം വിളിക്കുന്നില്ലേ, ഇതാ ലെറ്റർ വിളിക്കടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിട്ട് പറയണേ നന്ദു എന്നിങ്ങനെ വിളിക്കുമ്പോൾ നന്ദു അനിയെ നോക്കുകയാണ്. അപ്പോൾ പറയണേ, നന്ദു ഞാൻ കല്യാണം വിളിക്കാനായിട്ട് വന്നതാണ്, ഇതാ കല്യാണ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു ലെറ്റർ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയണേ, ഇങ്ങനെയാണോടാ കല്യാണം വിളിക്കുന്നത്, നിനക്ക് ഇത്ര നാളായിട്ട് കുട്ടിത്തരം ഒന്നും മാറിയിട്ടില്ലല്ലോ, കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പേ വരാൻ പറയേ, അങ്ങനെയല്ലേ കല്യാണം വിളിക്കേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നന്ദുവിനോട് അനി പറയുകയാണ്, നന്ദു കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നീ വന്നേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചിരിച്ച് ആ ലെറ്റർ ഇങ്ങ് വാങ്ങിക്കുകയാണ്. നന്ദുവിൻ്റെ ഉള്ളിലെ വിഷമം നന്നായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയുകയാണ്, നന്ദുമോളെ വിവാഹത്തിന് കുറേ ദിവസം മുമ്പ് മോളങ്ങ് വന്നേക്കണം, കുറേ ദിവസം മുമ്പ് വന്നില്ലെങ്കിൽ ഇപ്പം തന്നെ വേണേലും മോള് വന്നോ, നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ നന്ദു പറയണം, അത് ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളത്, ഇവിടെ അച്ഛൻ മാത്രമാവില്ലേ എന്നിങ്ങനെ പറയണം. എന്നാൽ വിവാഹത്തിൻ്റെ തലേന്നൊന്നും വരാനായിട്ട് നിൽക്കില്ല, കുറച്ച് ദിവസം മുമ്പ് എല്ലാവരും അവിടെ ഉണ്ടാവണം. അപ്പോൾ ഉടനെ നമ്മുടെ ഗോവിന്ദൻ പറയണം, അതെങ്ങനെ വരാൻ പറ്റും, ഞാനാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന ജോലിയെന്ന് വെച്ചാൽ എനിക്കിവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയാണ്, അങ്ങനെ മാറി നിന്നില്ലെങ്കിലും കുറച്ച് ദിവസം മുമ്പ് എന്തായാലും വരാം, എന്തായാലും കനക അവിടെ തന്നെ ഉണ്ടല്ലോ, കനക ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ പോവുകയാണ്. നമ്മുടെ ജാനകിയൊക്കെ പോവുകയാണ്. ജാനകിയൊക്കെ പോകുമ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അനി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. നമ്മുടെ നന്ദുവിനെ തിരിഞ്ഞു നോക്കിയാണ് പുള്ളിക്കാരൻ പോകുന്നത്. അങ്ങനെ അവരെ യാത്ര അയക്കിയതിന് ശേഷം നമ്മുടെ നയന അകത്തേക്ക് വരികയാണ്. നയന പറയാണ്, നന്ദു ശരിക്കും പറഞ്ഞാൽ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ്, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ ഇപ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ, അനി വിവാഹം പറഞ്ഞിട്ടും നിനക്കൊരു എന്താ പറയുന്നത്, ഒരു താല്പര്യം ഇല്ലാത്തവർക്ക് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല ചേച്ചി എന്ന് മാത്രം പറയുകയാണ് നന്ദു. അപ്പോൾ നയന പറയണേ, എന്തായാലും ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും, ഇവിടെ നിന്ന് നിൻ്റെ ഈ മാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നിങ്ങനെ നയന പറയുകയാണ്. അങ്ങനെ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. നമ്മുടെ മുത്തശ്ശി ഗുളിക എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടതെന്ന് ഒരു ലക്കുമില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, നയനമോളുള്ളപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, മോക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, ശരിയാണ് മോള് ഒരു ദിവസം ഇവിടെ നിന്ന് മാറിയതേ ഉള്ളൂ, വല്ലാത്തൊരു ശൂന്യതയാ തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴും അവളെ മനസ്സിലായില്ല എന്നുള്ളതാണ് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നത് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എല്ലാവരും ഒന്ന് പഠിക്കട്ടെ, മോളിവിടെ ഉള്ളപ്പോൾ ആർക്കും ഒന്നും ചെയ്യണ്ടല്ലോ, എല്ലാവരും കൂടി എല്ലാം മോളുടെ തലയിൽ വെച്ചിട്ട് മാറി നിൽക്കുകയല്ലായിരുന്നോ ചെയ്തിരുന്നത്, ഇനി എല്ലാവരും ശരിക്കൊന്ന് മനസ്സിലാവട്ടെ എന്നിങ്ങനെ പറയണം മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശി പറയാണ്, അയ്യോ ഇതിൽ ഏത് മെഡിസിനാ ഉച്ചയ്ക്ക് കഴിക്കാൻ തരേണ്ടത്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, മോളെടുത്ത് എൻ്റെ കയ്യിൽ തരും, ഞാൻ വായിലിട്ട് വെള്ളം ഒഴിക്കുന്നത് മാത്രമേ എനിക്കറിയാവൂ, അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യുക വസുന്ധരി, മോളെ വിളിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയനയെ വിളിക്കുകയാണ്. നയനയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നയന ഫോൺ എടുക്കുകയാണ്. മോളെ മുത്തശ്ശന് കൊടുക്കാനുള്ള ഗുളിക ഏതാ മോളെ, അറിയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിക്ക് നമ്മുടെ നയന പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു മഞ്ഞ കവറിലിരിക്കുന്ന ഗുളികയാണ് ഇപ്പോൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ നയന. അങ്ങനെ നമ്മുടെ മുത്തശ്ശി മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ജലജ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അട്ടിപ്പൊളി ഒരു പച്ച സാരി കൊടുത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ബാഗ് തൂക്കിയിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളൊരു പെൺകുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്, ആ ബാഗും കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുകയാണ്, ഇപ്പോൾ കുറേ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, ഞാൻ കരുതി നീ ഇനി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നിട്ടുണ്ടാവുമെന്നും. ഇല്ല ചേച്ചി,
ഞാൻ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ല. ഞാൻ നാട്ടിൽ പോയിരുന്നു, അതാണ് വരാൻ വൈകിയത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കനകയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി അവിടെ വന്നിട്ട് ബാഗ് തുറന്ന് അതിൻ്റെ പുറത്തുനിന്ന് കുറേ സാരികൾ ഇങ്ങനെ ആ ഒരു ടീപ്പോടെ പുറത്ത് ഇങ്ങനെ എല്ലാം പറക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കനക പറയുന്നത്, ഹായ് നല്ല സൂപ്പർ സാരികൾ, ഇത്രയും അടിപൊളി സാരിയോ എന്ന് പറഞ്ഞിട്ട് സാരികൾ ഓരോന്നായിട്ട് എടുത്ത് ആക്രാന്തം കാണിക്കണം. ഓരോ സാരി എടുക്കും, ഇങ്ങനെ വെച്ച് നോക്കും, ഇങ്ങനെ ഇടും, ഇങ്ങനെ വെച്ച് നോക്കും, ഇങ്ങനെ ഇടും. അപ്പോൾ ആ സമയത്തിന് ജലജ ചോദിക്കുകയാണ്, ഓ എന്തൊരാക്രാന്തം, സാരി ഇന്ന് വരെ കണ്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നാക്കുകയാണ് നമ്മുടെ കനക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ജയനും അങ്ങോട്ടേക്ക് വരികയാണ്. ജയൻ വന്നിട്ട് അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ആദർശ് വന്നിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കനകയ്ക്ക് സാരിയുടെയുള്ള ആ ഒരു ഇഷ്ടം കാണുമ്പോഴത്തേക്ക് ആദർശ് നോക്കുകയാണ് നമ്മുടെ കനക കാണിക്കുന്നതൊക്കെ. അപ്പോൾ ആദർശ് കനകയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് സാരി വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കയ്യിലിരിക്കുന്ന സാരി അമ്മയ്ക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി ആദർശ് മോനെ എന്നിങ്ങനെ പറയുമ്പോൾ ജലജ ചോദിക്കുകയാണ്, ഹയ്യടാ ഇഷ്ടമായിട്ട് വല്ല കാര്യമുണ്ടോ? സാരി എടുത്ത് വെറുതെ കയ്യിൽ നോക്കി കൊതി വിടാനേ പറ്റൂ, നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ മേടിക്കാനായിട്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ അങ്ങ് ആക്കുകയാണ് നമ്മുടെ കനക. അപ്പോൾ ആ സമയത്തിന് ആദർശ് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടോ, അമ്മയ്ക്ക് വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ആദർശ് മോനെ, അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിലേ അമ്മ ആ സാരി എടുത്തോ, പൈസ ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കനക ആ 2 സാരി എടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതിൽ നിന്ന് വേറൊരു സാരി എടുക്കുകയാണ് ആദർശ്. എന്നിട്ട് ചോദിക്കണേ, ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുമല്ലോ, ഈ സാരി കൂടി അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ കനക പറഞ്ഞു, അയ്യോ എനിക്ക് 3 സാരിയോ ആദർശ് മോനെ? അതിനെന്താ, അമ്മ ഉടുത്തേരെ, അമ്മ വെച്ചേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരും, അല്ലെങ്കിലും അമ്മയ്ക്ക് ഏത് കളറും ചേരും എന്ന് പറഞ്ഞിട്ട് ആദർശ് കൊടുക്കുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ കനക അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ആക്രാന്തപ്പെട്ട ഒരാൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. മറ്റാരുമില്ല, നമ്മുടെ നവ്യ പാഞ്ഞു വരികയാണ് അങ്ങോട്ട്. അഭിയും അപ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നവ്യ വന്നിട്ട് ആ സാരികളെല്ലാം ആക്രാന്തം പിടിച്ച് കണ്ടിട്ടില്ലാത്തടക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്താ പറയുന്നത്, ഗ്രഹണി പിടിച്ച പയ്യന് ചക്കക്കൂട്ടം കിട്ടിയ പോലെ എന്ന് പറയൂലേ, അതുപോലെ ആക്രാന്തപ്പെട്ട് നമ്മുടെ നവ്യ എല്ലാ സാരിയും പറക്കി കയ്യിൽ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇതെനിക്ക് വേണം, ഇത്തിരി സാരി എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, ഹയ്യടി ഈ സാരി എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടാനുണ്ടല്ലോ, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പൈസയും കൊണ്ട് ഇങ്ങോട്ട് തരുമോ? നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ പൈസ കൊണ്ടുവന്ന് തരുമോ ഇത്രയും സാരി വാങ്ങിക്കാനായിട്ട്? നിനക്ക് എന്തുമാത്രം സാരിയുണ്ട്, ഇപ്പം സാരിയുടെ ഒന്നും ഒരു ആവശ്യമില്ല, അവളങ്ങ് ഒരു ഉളുപ്പുമില്ലാതെല്ലാം അങ്ങ് വാരിക്കൂട്ടുന്ന കണ്ടില്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജയൻ പറയണം, ജലജെ നീ നിൻ്റെ വായും വെച്ചിട്ട് മിണ്ടാതിരിക്കുക, നീയാണോ ഇതിനൊക്കെ പൈസ കൊടുക്കുന്നത്? നീ അമ്മായിയമ്മയാണെങ്കിൽ നീ നിൻ്റെ സ്ഥാനത്തിരിക്കണം. പിന്നെ അവൾക്കൊരു ഭർത്താവുണ്ട്, ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത് ഭർത്താവാണ്, അതിന് നീ അതിലെന്തിനാണ് ഇടപെടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതോടുകൂടി ജലജയുടെ വായടഞ്ഞു. അപ്പോൾ ആദർശ് പറയാണ്, നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നവ്യ എടുത്തോ, പൈസ ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറയണം. ആദർശ് ഭയങ്കര സന്തോഷമായിട്ട് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ജയൻ പറയുകയാണ്, നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയണേ, എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ? അഭിയുടെ ഭർത്താവല്ലേ, അഭിയുടെ ഭാര്യയല്ലേ ഭർത്താവെന്ന്, അഭിയുടെ ഭാര്യയല്ലേ നവ്യ, അപ്പോൾ അഭി കൊടുക്കട്ടെ പൈസ, നയനയ്ക്ക് മേടിക്കുന്നതിന് മാത്രം നീ പൈസ കൊടുത്താൽ മതി, ഇപ്പം നവ്യയ്ക്ക് വാങ്ങിക്കുന്നതിന് അഭി കൊടുത്തോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അഭി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജയൻ പറയാണ്, അല്ലെങ്കിൽ തന്നെ അവന് മാസം തോറും 50,000 രൂപ കൊടുക്കുന്നുണ്ടല്ലോ സാലറി ആയിട്ട്, ആ പൈസയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ആ പൈസ അവൻ്റെ അക്കൗണ്ടിൽ കാണുമല്ലോ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കട്ടെ, നീ കൊടുക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം കനകത്തിന് മേടിച്ച് കൊടുത്തപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അഭി ചോദിക്കുകയാണ്, അതിന് ഞാൻ പൈസ കൊടുക്കില്ലെന്നൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയണേ. എന്നിട്ട് അപ്പോൾ ജലജ പറയണം, 50,000 രൂപയാണ് അവന് ശമ്പളം, അതിൽ നിന്ന് അവളെല്ലാം മുടിപ്പിക്കും സാരി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഉടനെ നമ്മുടെ ജയൻ പറയണേ, ജലജെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ജലജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വെറുതെ ഒന്നും അല്ല പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോകുന്നത്, അകത്ത് ദേവയാനിയുണ്ട്, നല്ല 1-ാം തരം പാര വെച്ച് കൊടുക്കാനായിട്ടാണ് പുള്ളിക്കാരത്തി പോകുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ദേവയാനി ഹോളിലിരുന്ന് മുടിയിൽ ഇങ്ങനെ ആക്കി ഇരിക്കുകയാണ്, കോതി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ ജലജ ചെന്നിട്ട് പറഞ്ഞു, ഏട്ടത്തി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഏട്ടത്തി ഒന്നും അറിയുന്നില്ല. എന്താ കാര്യം? എൻ്റെ ഏട്ടത്തി ദേ അവിടെയുണ്ടല്ലോ ആദർശ് 3 സാരിയാ കനകയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറയണ. അപ്പോൾ ഉടനെ ഞെട്ടിപ്പോവാണ്.
ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ദേവയാനി. അപ്പം പറയണേ, അതേ ഏറ്റെത്തി, ഞാൻ കള്ളമല്ല പറയുന്നത്, 3 സാരിയാണ് വാങ്ങിച്ചു കൊടുത്തത്. അതേസമയം നയന എവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അവളുടെ ബാഗിലിരുന്ന എല്ലാ സാരിയും അങ്ങ് വാങ്ങിച്ചു കൊടുത്തേനെ. അല്ല, അവൻ പണ്ട് എന്ത് സാധനം കൊണ്ടുവന്നാലും ഏട്ടത്തിക്കല്ലായിരുന്നു വാങ്ങിച്ചു തരുന്നത്. ഏട്ടത്തിക്ക് ഒരു സാരി പോലും വാങ്ങിച്ചു തരാൻ അവന് തോന്നിയില്ലല്ലോ. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ ഗോൾഡ് കൊണ്ടുവന്നാലും ആദർശ് നേരെ നയനയ്ക്കല്ലേ കൊടുക്കുന്നത്, ഏട്ടത്തിക്ക് വല്ലതും തരാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ദേവയാനി ചാർജ് ആവുകയാണ്. നമ്മുടെ ദേവയാനി ഇറങ്ങി വരികയാണ്. അങ്ങനെ ഹോളിലേക്ക് ദേവയാനി ഇറങ്ങി വരികയാണ്. വന്നിട്ട് ദേവയാനി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉടനെ ആദർശ് പറയാണ്, അമ്മേ സാരികളൊക്കെ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദേവയാനി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ കനകത്തിൻ്റെ കയ്യിൽ സാരിയൊക്കെ ഇരിക്കുകയില്ലേ, അത് പുള്ളിക്കാരത്തേക്ക് സഹിക്കില്ലല്ലോ. അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാരി കൊണ്ടുവന്ന പെണ്ണ് പറയുന്നത്, ചേച്ചിക്ക് വേണ്ടിയിട്ട് വെറൈറ്റീസ് ആയിട്ടുള്ള 3 സാരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് 3 സാരി എടുത്തിട്ട് നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ചേച്ചി ഇന്നലെ ഈ സാറ്, അതായത് ആദർശ്, ഇന്നലെ എന്നെ വിളിച്ചിട്ട് 3 കളർ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരിയാണ്, നാളെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദേവയാനി ജലജയെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ്. എന്നിട്ട് പറയണേ, കേട്ടില്ലേ ജലജെ, എൻ്റെ മോൻ എനിക്ക് വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞ് വരുത്തിയതാ ഈ സാരി എന്ന് പറയുകയാണ്. അപ്പോഴേ പറയണം, അത് കുറച്ച് വില കൂടിയ സാരിയാണ് കേട്ടോ ചേച്ചി എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേവയാനിക്ക് ഇതിൽ പരം സന്തോഷമില്ല. അപ്പോൾ നമ്മുടെ ജയം പറയണ, ആഹാ, എന്തായാലും ഓണം വരെയല്ലേ, ഇനിയിപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സാരിയൊന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഉള്ളവരാരും എങ്ങും പോകുന്നില്ല. ഈ മേടിക്കുന്ന സാരികളെല്ലാം ചുറ്റി വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം ആദർശേ, എല്ലാവർക്കും നീ വാങ്ങിച്ചല്ലോ, ഇനി ഒരു കാര്യം ചെയ്യും, നയനമോക്ക് മാത്രം ഇവിടെ സാരിയൊന്നും വാങ്ങിയില്ല. നയനമോക്ക് ആവശ്യം പോലെ സാരി മേടിച്ച് കൊടുക്കുക. ഇവരോട് തന്നെ പറഞ്ഞാൽ മതി കൊണ്ടുവരാനായിട്ട് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണ, അത് ആലോചിക്കാം അച്ഛാ, ആലോചിക്കാമെന്ന് പറഞ്ഞാൽ പോരാ, ഇപ്പം തന്നെ പറഞ്ഞു വിടണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശരി അച്ഛാ എന്നിങ്ങനെ പറയണ ആദർശ്. പക്ഷെ അത് ദേവയാനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ദേവയാനിയുടെ മുഖമൊക്കെ അങ്ങനെ ആവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നയനയ്ക്കും കൂടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ഇന്നൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ള എപ്പിസോഡായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജലജയുടെയും ദേവയാനിയുടെയും സാരി കോസ്റ്റ്യൂംസ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു, ഒന്നൊന്നര കോസ്റ്റ്യൂംസ് ആയിരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലിൽ കയറി വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പക്ഷേ എനിക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബർ ഓരോ ദിവസം കൂടി വരുന്നുണ്ട്. പക്ഷേ ലൈക്ക് ആരും തരുന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ സബ്സ്ക്രൈബർ കൂടുന്നത്. പക്ഷേ ലൈക്ക് എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്തോ. എന്തായാലും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് തരണം. ഞാനിങ്ങനെ നാവിട്ടടിക്കുന്നത് കണ്ട് വിഷമം തോന്നിയിട്ടെങ്കിലും ഒരു ലൈക്ക് തരണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയും ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.